ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലെ വഹാബികൾക്ക് പൊതുവായൊരാശയമുണ്ട്. ആ ആശയത്തിൽ ഏറെക്കുറെ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിലെ വഹാബി പ്രസ്ഥാനം തുടക്കം മുതൽ ഈ ഒരു നൂറ്റാണ്ട് കാലത്തെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അവർ മാറി മറിഞ്ഞ് ആശയങ്ങളിൽ വ്യത്യാസങ്ങൾ വരുത്തി പുതിയ പുതിയ ഭേദഗതികളും പരിഷ്കരണങ്ങളും വരുത്തി അവസാനം പരിശുദ്ധ ദീനിൽ നിന്ന് തന്നെ തെറിച്ചു പോകുന്ന ഇടത്തേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. സത്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം വ്യത്യസ്ത കക്ഷികളായി പിളർന്നത് അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ചിടത്തോളം ഒരു അനുകൂല ഘടകമാണ്. അവരങ്ങനെ പിളർന്നിട്ടില്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ മൊത്തം മുജാഹിദ് പ്രസ്ഥാനത്തെ, അതിൻ്റെ പ്രവർത്തകരെ മൊത്തം കുഫറിലേക്ക് അവർക്ക് നയിക്കാൻ സാഹചര്യം ഒരുങ്ങി വന്ന ഘട്ടത്തിലാണ് പിളർപ്പിലെത്തിയത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതാണ് പ്രശ്നം. അടിസ്ഥാനപരമായി വഹാബി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത് പണ്ഡിതനാണ്. ആ പണ്ഡിതനിലേക്ക് ചേർത്താണ്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്നതിലേക്ക് ചേർത്ത് വഹാബി പ്രസ്ഥാനം എന്ന് പറയുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ വഹാബി പ്രസ്ഥാനത്തിൻ്റെ തുടക്കത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബുമായി ബന്ധപ്പെടാനോ, അന്ന് ഈ ആധുനിക വാർത്താ വിനിമയ സംവിധാനങ്ങളൊന്നും ആ കാലത്തില്ലല്ലോ, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നേരിട്ട് സ്വീകരിക്കാനോ ഇവർക്ക് സാധിച്ചിട്ടില്ല. ഇവർക്ക് കൃത്യമായി വഹാബി പ്രസ്ഥാനത്തിൻ്റെ ചിന്തകളും ആശയങ്ങളും ലഭ്യമായത് ഈജിപ്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന പണ്ഡിതത്രയങ്ങളിൽ നിന്നായിരുന്നു. 3 പണ്ഡിതന്മാർ. ഒന്ന് ജമാലുദ്ദീൻ അഫ്ഗാനി, 1898 അദ്ദേഹം മരണപ്പെട്ടത്. രണ്ടാമത്തത് ഷെയ്ഖ് മുഹമ്മദ് അബ്ദു, 1905 അദ്ദേഹം മരണപ്പെട്ടത്. മൂന്നാമത്തത് സയ്യിദ് റഷീദ് റിള, 1935 അദ്ദേഹം മരണപ്പെട്ടത്. ഇതിൽ ജമാലുദ്ദീൻ അഫ്ഗാനി എന്ന ആദ്യത്തെ 1898 മരണപ്പെട്ട പണ്ഡിതൻ്റെ നേരെ ആശയങ്ങൾ ഉൾക്കൊള്ളുകയും അതിൽ വിപുലീകരണം വരുത്തുകയും ചെയ്ത പണ്ഡിതനാണ് 905 മരണപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് അബ്ദു. ആ കാലഘട്ടത്തിൽ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം വന്നിട്ടില്ല. പക്ഷേ ഈ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവിൻ്റെയും ജമാലുദ്ദീൻ അഫ്ഗാൻ്റെയും പുതിയ ആശയങ്ങൾ സ്വാംശീകരിച്ച് അവരുടെ ശിഷ്യനായി പഠിച്ച് ഇത് മുഴുവനും അതിലൂടെ അഡീഷണലായി കുറേ കാര്യങ്ങൾ, പുതിയ ചിന്തകളും കൂട്ടിച്ചേർത്തുകൊണ്ട് അവതരിപ്പിച്ച പണ്ഡിതനാണ് സയ്യിദ് റഷീദ് റിള. 1935 അന്തരിച്ച സയ്യിദ് റഷീദ് റിള. ഈ സയ്യിദ് റഷീദ് റിള പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു മാഗസിനാണ് അൽമനാർ. ആ അൽമനാർ മാഗസിൻ്റെ ഒരു കോപ്പി വഹാബി പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ സ്ഥാപകൻ്റെ കൈവശം കപ്പൽ വഴി കേരളം സന്ദർശിച്ചിരുന്ന ചില അറബ് സുഹൃത്തുക്കളിൽ നിന്ന് ലഭ്യമാവുകയും അതിൽ അദ്ദേഹം ആകൃഷ്ടനായി അതിൻ്റെ കോപ്പികൾ വരുത്താനുള്ള സംവിധാനങ്ങൾ ഏർപ്പാട് ചെയ്യുകയും അങ്ങനെ സയ്യിദ് റഷീദ് റിളയുടെ ഈ ആശയങ്ങൾ, ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവിൻ്റെ ആശയങ്ങൾ, ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ പുതിയ ചിന്തകൾ, ഇത് മുഴുവൻ നന്നായി പഠിച്ച് വക്കം അബ്ദുൽ ഖാദർ മൗലവി ഉൾപ്പെടെയുള്ള ശേഷമുള്ള ആ കാലഘട്ടത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തെ സ്ഥാപക നേതാക്കന്മാർ അവരുടെ ബുദ്ധിയിൽ അത് സ്വാധീനം ചെലുത്തുകയും അത് ഉൾക്കൊള്ളുകയും അതിവിടെ പ്രചരിപ്പിക്കാനും പഠിപ്പിക്കാനും തുടങ്ങുകയും ചെയ്തു. അപ്പോൾ നേർക്കുനേരെ ചിന്തിച്ചാൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന ആശയം അല്ലെങ്കിൽ നവോത്ഥാന നായകർ എന്നവർ വിശേഷിപ്പിക്കുന്നത്, ഈ ചിന്ത അവർക്ക് നൽകിയത് വളരെ കൃത്യമാണ്. ഈജിപ്തിലെ ഈ 3 പണ്ഡിതന്മാരാണ്, ജമാലുദ്ദീൻ അഫ്ഗാനി, ഷെയ്ഖ് മുഹമ്മദ് അബ്ദു, സയ്യിദ് റഷീദ് റിള. അത് പൂർണ്ണമായും ആ ആശയം, അവരുടെ ചിന്തകൾ അതേപടി കേരളത്തിൽ ഇവർ പകർത്തുകയാണ് ചെയ്തത്. അതേപടി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പണ്ഡിതന്മാരുടെ പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളുമാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അവരുടെ അറബിക് കോളേജുകൾ പഠിപ്പിക്കാനായി എക്കാലവും ഉപയോഗിച്ചതും ഉപയോഗിച്ചു വരുന്നതും. ഇന്നും കേരളത്തിൽ അഫ്ദലുമാ സിലബസ് ഉണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അംഗീകൃത സിലബസ്. ഈ സിലബസിൽ പോലും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവിൻ്റെയും സയ്യിദ് റഷീദ് റിളയുടെയും ഗ്രന്ഥങ്ങളാണ്. ഈ 3 പേരെ അവരുടെ സ്വന്തം ആളുകളാണ് എന്ന് കൃത്യമായി സാക്ഷ്യപ്പെടുത്തുന്ന
അവരുടെ ആശയങ്ങളാണ് കേരളത്തിൽ തങ്ങൾ പകർത്തിയതെന്ന് വ്യക്തമാക്കുന്ന, അവരുടെ ചിന്തകളാണ് ഞങ്ങളെ സ്വാധീനിച്ചതെന്ന് പറയുന്ന, അവരുടെ നവോത്ഥാന ശ്രമങ്ങളാണ് സത്യത്തിൽ കേരളീയ മുസ്ലിം സമൂഹത്തിന് ഈ നവോത്ഥാനം ഉണ്ടാക്കി തീർത്തെന്ന് പറയുന്ന അനവധി രേഖകളുണ്ട്. അത് എല്ലായിടത്തും അവർ എഴുതി വച്ചിട്ടുണ്ട്, എല്ലാ കാലത്തും എഴുതി വച്ചിട്ടുണ്ട്, എല്ലാ പ്രസിദ്ധീകരണങ്ങളും എഴുതി വച്ചിട്ടുണ്ട്. ഞാൻ സാമ്പിളിന് വേണ്ടി മാത്രം ഒരു വാചകം വായിക്കാം. കഴിഞ്ഞ മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ ചന്ദ്രികയിൽ പ്രസിദ്ധീകരിച്ച ഡോക്ടർ ഹുസൈൻ മടവൂർ എഴുതിയ സപ്ലിമെന്റിൽ അദ്ദേഹം കൃത്യമായി പറയുന്നു, ഈജിപ്ത് കേന്ദ്രീകരിച്ച് രൂപപ്പെട്ടു വന്ന ഷെയ്ഖ് മുഹമ്മദ് അബ്ദു, സയ്യിദ് റഷീദ് റിള, ജമാലുദ്ദീൻ അഫ്ഗാനി എന്നിവരുടെ നവോത്ഥാന സംരംഭങ്ങളാണ് കേരളത്തിലെ ഇസ്ലാഹി ചലനങ്ങൾക്ക് പ്രചോദനമായത്. റഷീദ് റിളയുടെ അൽമനാർ അറബി മാസികയുടെ പേരാണ് നമ്മുടെ അൽമനാർ മാസികയുടേതെന്നത് ഈ ബന്ധത്തെ ദൃഢീകരിക്കുന്നു. ഈ ചരിത്ര സത്യം പഴയകാല മുജാഹിദ് പ്രസിദ്ധീകരണം എമ്പാടും കാണാം. വളരെ തുറന്നു പറയുന്നു. ഇങ്ങനെ എല്ലാവരുടെ ആനുകാലികങ്ങളും എല്ലാ ഗ്രന്ഥങ്ങളും എല്ലാ സുവനീറുകളും ഈ കാര്യം എഴുതിയിട്ടുണ്ട്. വളരെ കൃത്യമാണ്. അൽമനാർ ഇന്നും KNMന്റെ മുഖപത്രം അൽമനാർ മാസികയാണ്. ഈ പേര് എവിടെ നിന്ന് കിട്ടി? സയ്യിദ് റഷീദ് അൽമനാർ അതേ പേര് പകർത്തി കോപ്പി അടിച്ചു. ഈ രീതിയിലാണ് ഗാഠമായ ബന്ധം. എന്തേ അവരുമായൊരു ഗാഠമായ ബന്ധം ഉണ്ടായത് പ്രത്യേകം ചൂണ്ടിക്കാണിക്കാൻ എവിടെ നിന്നെങ്കിലും ആയിക്കോട്ടെ വഹാബി ആശയമല്ലേ കടന്നു വന്നത് എന്ന് നമ്മൾ സംശയിച്ചേക്കാം. എന്നാൽ ആ സംശയത്തിന് വളരെ ഗൗരവതരമായൊരു മറുപടിയുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ഒറിജിനൽ വഹാബി ആശയത്തിന്റെ പ്രചാരകനും സംസ്ഥാപകനും അതിന്റെ ജനയിതാവുമായിരുന്നു. അദ്ദേഹം മുബത്തദിയായിരുന്നു. അദ്ദേഹം ബിദഈ ആശയങ്ങളുടെ ഉടമയായിരുന്നു. എന്നാൽ കേരളത്തിലെ വഹാബി പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന നായകന്മാരായ ആശയ സ്രോതസ്സുകളായ ഈ പണ്ഡിതത്രയങ്ങളുണ്ടല്ലോ, ഈ ജമാലുദ്ദീൻ അഫ്ഗാനിയും ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവും സയ്യിദ് റഷീദയും, അവർ യഥാർത്ഥ മുസ്ലിങ്ങൾ പോലുമായിരുന്നില്ല എന്നുള്ള സത്യം വളരെ ഗൗരവതരമായി പുറത്തു വരേണ്ട ഒരു ഗൗരവതരമായ വിഷയമാണിത്. ഈ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ ആശയങ്ങൾ പകർന്നു കൊടുത്ത ഈ പണ്ഡിതത്രയങ്ങൾ 3 പേരും ഔലിയാക്കളാകണ്ട, ആരിഫീങ്ങളാകണ്ട, സൂഫിയാക്കളാകണ്ട, മുജദ്ദിദുകളാകണ്ട, വലിയ പണ്ഡിതന്മാരാകണ്ട, അവർ മുസ്ലിങ്ങളല്ല, അവർ മത നിഷേധികളായിരുന്നു. വളരെ കൃത്യമായി പറഞ്ഞാൽ അവർ ക്രൈസ്തവ ജൂത ലോബി ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി വിലക്കെടുത്ത മുസ്ലിങ്ങൾക്കിടയിലെ പണ്ഡിത ചാരന്മാരായിരുന്നുവെന്ന് ഇസ്ലാമിക ലോകത്തെ അനവധി പണ്ഡിതന്മാർ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. വളരെ ഗൗരവതരമായ സത്യമല്ലേ? എന്തേ മുജാഹിദ് ഇങ്ങനെ പതുക്കെ കാഫറാണെന്ന് നമ്മൾ ചിന്തിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശസ്തനായ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതൻ അബ്ദുസലാം സുല്ലമിയായിരുന്നു. ഈ അടുത്താണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹമാണ് തൗഹീദിൽ അവർ കനപ്പെട്ട കൃതികൾ എഴുതിയത്. അദ്ദേഹമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയത്തെക്കുറിച്ച് നന്നായി എവിടെയും പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും രചിച്ചുകൊണ്ട് ആനുകാലികങ്ങൾ എഴുതി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ ആദർശം പഠിപ്പിച്ച അവസാനത്തെ പണ്ഡിതൻ. തെന്നിന്ത്യയിലെ പ്രധാന മുഫ്തി, ഹദീസ് പണ്ഡിതൻ എന്നാണ് അവർ വിശേഷിപ്പിക്കാറുള്ളത്. ഈ അബ്ദുസലാം സുല്ലമി തൻ്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടമായപ്പോഴേക്ക് ആൾ വളരെ കൃത്യമായി സ്വഹീഹുൽ ബുഖാരിൽ 60-ൽ പരം ഹദീസുകൾ നിഷേധിച്ചിരുന്നു. ചേകനൂർ മൗലവിയുടെ അതേ ആശയത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നു. അത് അയാളുടെ സ്വന്തം ചിന്തയല്ല, ഇവർ പഠിപ്പിച്ച ആശയം പതുക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇത് പിളർന്നിട്ടില്ലായിരുന്നെങ്കിൽ ഒരുമിച്ച് മുജാഹിദ് പ്രസ്ഥാനം കുഫ്രിയത്തിലേക്ക് നീങ്ങുമായിരുന്നു. പിളർന്ന് അള്ളാഹിന്റെ ദീനെ സംബന്ധിച്ചുള്ള ഒരു അനുഗ്രഹ ബിദഅത്തിലാണെങ്കിലും കുഫറിലേക്ക് പോയിട്ടില്ലല്ലോ എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ കൃത്യമായി ഇങ്ങനെയുള്ള ഒരു ചിന്ത, എന്തുകൊണ്ട് ഇവർ ഇസ്ലാം എന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു? സലാം സുല്ലം ഞാൻ കാഫറായി എന്ന് പറയുകയല്ല, ആ കുഫറിന്റെ വക്കത്തായിരുന്നു. അല്ലാഹു ആലം, നമുക്ക് അവരുടെ ഒന്നും സ്ഥിതി അറിയില്ല. പക്ഷേ കൃത്യമായി പോയവരുണ്ടല്ലോ. സാക്ഷാൽ ചേകനൂർ മൗലവി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്നില്ലേ? അദ്ദേഹം അല്ലെ വാഴക്കാട് സുന്നി മുജാഹിദ് സംവാദത്തിന്, മുജാഹിദ് പണ്ഡിത സഭയ്ക്ക്, മുജാഹിദ് സംവാദത്തിന് നേതൃത്വത്തിൽ പണ്ഡിതന്മാർക്ക് നേതൃത്വം കൊടുത്തത്. അത് ജാമിയ നദവിയ എന്ന കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാന ഏറ്റവും വലിയ സ്ഥാപനത്തിലെ പ്രൊഫസർ ആയിരുന്നില്ലേ? ആരായി? ഇസ്ലാമിന്റെ പുറത്തേക്ക് പോയി. നല്ല പണ്ഡിതനാണ് അദ്ദേഹം. CN അഹമ്മദ് മൗലവി കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രമുഖനായ പണ്ഡിതനായിരുന്നില്ലേ? ജാമിയ നദവിയയിലെ അവരുടെ പ്രധാനപ്പെട്ട സ്ഥാപനത്തിലെ അധ്യാപകനായിരുന്നില്ലേ? അദ്ദേഹം എവിടെ എത്തി? അദ്ദേഹം ഏറ്റവും അവസാനം പറഞ്ഞു, ഖബറിൽ മുങ്കർ നക്കീർ എന്ന ചോദ്യമുണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഒരുപാട് പുതിയ ചിന്തകൾ, മുജാഹിദിന്റെ അപ്പുറത്തേക്കുള്ള ചിന്തകൾ. കാരണം അങ്ങനെ സാധ്യതയില്ല ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ. എന്തുകൊണ്ടെന്നാൽ ആഖിറത്തിൽ വളരെ കൃത്യമായി വെച്ച് അള്ളാഹു മഹ്ശറിൽ വിചാരണ നടത്തും. അവിടെ സ്വർഗവും നരകവും തീരുമാനിക്കും. അതിനു മുമ്പ് മുങ്കർ നക്കീറിനെ വിട്ടിട്ട് ഖബറിലൊരു ചോദ്യോത്തരവും അവിടെ ഒരു പീഡനവും,
അതിന് സാധ്യതയില്ല. കേരളത്തിൽ ലോക്കൽ പോലീസിന്റെ പരിപാടിയാണ് കോടതിയിൽ വിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, ശിക്ഷിക്കുന്നതിന് മുമ്പ് ലോക്കപ്പ് മർദ്ദനം എന്ന് പറയുന്നത് അള്ളാഹു നീതിമാനായ അള്ളാഹു അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഈ ജാമിദ ഇപ്പോൾ ലൈവായി നിൽക്കുന്ന ജാമിദ ടീച്ചർ ഇസ്ലാമിന്റെ പുറത്താണല്ലോ. വളരെ കൃത്യമായി മുജാഹിദ് പ്രസ്ഥാന സ്ഥാപനത്തിന് ഈ ജാമ്യതയിൽ പഠിച്ചു, അവരുടെ ഒരുപാട് സ്ഥാപനങ്ങൾ പഠിപ്പിച്ചു. വളരെ കൃത്യമായ ചരിത്രം എന്ന് പറയുന്നത് ആ പട്ടിക അങ്ങ് നീട്ടി പറയുന്നില്ല. ഒരുപാട് ആളുകൾ എണ്ണി പറയാൻ സാധിക്കും. കുഫറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തേ പ്രശ്നം? സാക്ഷാൽ വഹാബികൾ കുഫറിലേക്ക് അങ്ങനെ പോകുന്നില്ല. അവർ ആ ബിദ്അത്തിന്റെ ആശയത്തിൽ മാത്രം ഉറച്ചു നിൽക്കുകയാണ്. അവർ വഴിതെറ്റിയവരാണ്, വഴി പഴച്ചവരാണ്, അവരുടെ ആശയം പഴച്ചുപോയി. പക്ഷെ കുഫറിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കാൻ എന്താണ് കാരണം? വളരെ വ്യക്തമാണ്. അവർക്ക് നേതൃത്വം നൽകിയ ഈ ആശയങ്ങൾ പകർന്നു കൊടുത്തത് സാധാരണ വഹാബി ആശയമല്ല. തീവ്രമായ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി മുസ്ലിങ്ങളിൽ നിന്ന് വിലക്കെടുത്ത ഈ പറയുന്ന ക്രൈസ്തവ ജൂത ലോബികളുടെ ചാരന്മാരായിരുന്നു ഈ പറയുന്ന പണ്ഡിതത്രയങ്ങൾ. ഇത് നമ്മൾ മാത്രം പറയുന്നതല്ല, എല്ലാ ലോകത്തെ മുസ്ലിം പണ്ഡിതന്മാരും ഫത്വ കമ്മിറ്റികളും ഐക്യകണ്ഠേന തീരുമാനിച്ച് ഉറപ്പിച്ച് പറഞ്ഞ എല്ലാ തലങ്ങളും ഗ്രന്ഥങ്ങളും വിശദീകരിക്കപ്പെട്ട യാഥാർത്ഥ്യമാണ്, അനിഷേധ്യമായ പരമാർത്ഥമാണ്. അതുകൊണ്ട് തന്നെ ശരിക്ക് ജമാലുദ്ദീൻ അഫ്ഗാനിയുള്ള ഒന്നാമൻ, ഈ മൂന്നിൽ ഒന്നാമൻ ജമാലുദ്ദീൻ അഫ്ഗാനിയ, അയാളുടെ ശിഷ്യന രണ്ടാമൻ, അയാളുടെ ശിഷ്യന മൂന്നാമൻ. ജമാലുദ്ദീൻ അഫ്ഗാനിയെ കുറിച്ച് കൃത്യമായി പറയുന്നത് അദ്ദേഹം മാസോണിസ്റ്റ് ആയിരുന്നു എന്നത് ചരിത്രത്തിൽ സംശയമില്ലാത്തൊരു യാഥാർത്ഥ്യ. മാസോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ജൂത സമൂഹം വളരെ ബുദ്ധിപരമായി കാര്യങ്ങൾ നീക്കുന്നവരാ. ആ ജൂത സമൂഹത്തിന്റെ സൃഷ്ടിയാണ് സയണിസം. സയണിസത്തിന്റെ ഉപോൽപ്പന്നമാണ് മാസോണിസം. ഈ പറയുന്ന ജമാലുദ്ദീൻ അഫ്ഗാനി വളരെ വ്യക്തമായി മാസോണിസ്റ്റ് ആയിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ തന്നെ ഈ ശിഷ്യനായ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം വളരെ ആദരവോട് നോക്കിക്കാണുന്ന, കേരളത്തിൽ നേരിട്ട് ആശയം സ്വീകരിച്ച സയ്യിദ് റഷീദുള്ള തന്റെ താരീഖുൽ ഉസ്താദ് എന്ന ഗ്രന്ഥത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഇന്നൽ അഫ്ഗാനിയ കാനലഹു നഷാത്തുൻ മാസൂനിയുൻ. നമ്മുടെ ജമാലുദ്ദീൻ അഫ്ഗാനിക്ക് മാസോണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം മുഴുകിയിരുന്നുവെന്ന് താരീഖുൽ ഉസ്താദിന്റെ ചരിത്രം അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. വാള്യം 1 493 പേജിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വളരെ പച്ചയെ പ്രതിയോഗികളിൽ എഴുതി വെച്ചിട്ടുള്ളത്, വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അവർ തന്നെ ഇപ്പൊ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പോലും അറിയാതെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ KNM പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തിന്റെ ഒരു ഉദ്ധരണി ഞാൻ വായിക്കാം. നിർഭാഗ്യവശാൽ ജമാലുദ്ദീൻ അഫ്ഗാനിയെ കുറിച്ച് പറയാം. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ ആശയങ്ങളിൽ ചിലത് അത്യന്തം തീവ്രമായിരുന്നു. ഉദാഹരണം പറയാം. മനുഷ്യ ബുദ്ധിയും അതിന്റെ യുക്തി നിർദ്ധാരണങ്ങളും ദൈവിക വെളിപാടുകൾക്ക് തുല്യമാണെന്നും അദ്ദേഹം കരുതി. എന്നുവെച്ചാൽ മനുഷ്യന്റെ ബുദ്ധി കൊണ്ടാണ് മതവിധി കണ്ടെത്തേണ്ടത്. അത് അള്ളാഹു നമുക്ക് വഹി നൽകുന്ന പോലെ പ്രധാനമാണ് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് നമ്മൾ ഖുർആൻ വ്യാഖ്യാനിക്കണം, ഹദീസ് വ്യാഖ്യാനിക്കണം. അത് തന്നെയാണ് ശരി. കൂടാതെ മധ്യപൂർവ്വ ദേശങ്ങളിൽ മാസോണിസ്റ്റ് പ്രസ്ഥാനവുമായി അദ്ദേഹം സ്ഥാപിച്ച ബന്ധം അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയം ജനിപ്പിച്ചു. ഇത് എഴുതിയത് KNM. ഫിഖ്ഹിന്റെ പരിണാമം എന്ന പുസ്തകം പേജ് നമ്പർ 114, സാക്ഷാൽ KNMന്റെ പ്രസിദ്ധീകരണം അവർ തന്നെ അറിയാതെ എഴുതി വെച്ചുപോയി. മറ്റൊരു കാര്യം പറയട്ടെ. ഇതേ ജമാലുദ്ദീൻ അഫ്ഗാനിയെ കുറിച്ച് MI മുഹമ്മദ് അലി സുല്ലമി ഗൾഫ് സലഫിസം എന്ന പുസ്തകത്തിൽ പറയുന്നു, പേജ് നമ്പർ 25. അദ്ദേഹം സാക്ഷാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ലീഡറാ. ഈ പിളർപ്പിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം എഴുതി വെച്ചു, നമ്മൾ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ആശയമാണ് സ്വീകരിക്കുന്നത്, നമ്മൾ മുഹമ്മദ് അബ്ദുവിന്റെ ആശയമാണ് സ്വീകരിക്കുന്നത്, നമ്മുടെ റഷീദുകളുടെ ആശയമാണ് പകർത്തുന്നത്. പക്ഷേ എന്നാൽ ജമാലുദ്ദീൻ അഫ്ഗാനിയെ വാഴ്ത്തുന്ന ഒരു സലഫിയെ ഗൾഫ് രാജ്യങ്ങളിൽ കണ്ടെത്താൻ പ്രയാസമാണ്. ലോകത്തെ ഒരു സലഫി പ്രസ്ഥാനവും ഒരു വഹാബി പ്രസ്ഥാനവും ഒരിക്കലും ജമാലുദ്ദീൻ അഫ്ഗാനി ശരിവെക്കുന്നില്ല. അയാൾ മാസോണിസ്റ്റാണ്, ജൂതന്മാരുടെ ഉൽപ്പന്നമാണ്, ലോകം മുഴുവൻ അംഗീകരിക്കുന്നത്. അയാൾ തന്നെ എഴുതുന്നു, അവിടുത്തെ സലഫികളും ഇഖ്വാനികളുമെല്ലാം അദ്ദേഹത്തെ പാശ്ചാത്യരുടെ ഏജന്റായാണ് ചിത്രീകരിക്കുന്നത്. പാശ്ചാത്യരുടെ സംസ്കാരം മുസ്ലിം ലോകത്തേക്ക് ഇറക്കുമതി ചെയ്തത് അദ്ദേഹമാണെന്ന് അവർ പറയുന്നു. ഗൾഫ് സലഫിസം പേജ് നമ്പർ 25. ഈ രീതിയിൽ മാസോണിസത്തിന്റെ പ്രവർത്തകനായി നന്നായി ഇദ്ദേഹം ഉൾപ്പെടെയുള്ള ആൾ പ്രവർത്തിക്കുന്നതോടൊപ്പം ജൂത ഭീകര പ്രസ്ഥാനത്തിന്റെ, ഞാൻ സൂചിപ്പിച്ചല്ലോ, ഉൽപ്പന്നമായ സയൻസത്തിന്റെ ഒരു ഉപോൽപ്പന്നമാണ് ഈ പറയുന്ന മാസോണിസം. ഇതുപോലെ ഫ്രീ മേസൺസ് എന്ന് പറയുന്ന മറ്റൊരു പ്രസ്ഥാനമുണ്ട് ജൂത വിഭാഗത്തിന്. ലോകത്ത് സ്വകാര്യമായി പ്രവർത്തിക്കുന്ന സംഘം.
6 ലക്ഷത്തിലധികം അംഗങ്ങൾ അതിൽ ഇപ്പോഴുണ്ടെന്നാണ് രേഖകളിൽ പറയുന്നത്. ഈ പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തകരായിരുന്നു ഇദ്ദേഹം ഉൾപ്പെടെ ഈ 3 പേരും വളരെ വ്യക്തമാണ്. രണ്ടാമൻ, ഞാൻ വിശദീകരിക്കുന്ന രണ്ടാമൻ പരിശോധിക്കാം. ഷെയ്ഖ് മുഹമ്മദ് അബ്ദു ഇദ്ദേഹത്തിന്റെ അനുയായിയും ഇതുപോലെയുള്ള ഇത്തരം പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുകയും ഇതിനേക്കാൾ കുറച്ചുകൂടി കടന്നു കയറി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത വ്യക്തിയായിരുന്നു. ഇതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവിന്റെ സമകാലികനാണ്, ഒപ്പം ജീവിച്ച ഒരു വലിയ ലോക പണ്ഡിതനാണ് അല്ലാമ ഷെയ്ഖ് യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി മഹാനവറുകൾക്ക്. 20-ലധികം കനപ്പെട്ട കൃതികൾ എഴുതിയ ഇസ്ലാമിക ലോകത്ത് സമർപ്പിച്ച മഹാപണ്ഡിതനാണ് അദ്ദേഹം. പ്രവാചക പ്രകീർത്തനങ്ങൾ 4 വാള്യങ്ങളായി അദ്ദേഹത്തിന്റെ പ്രകീർത്തനങ്ങൾ, കാവ്യങ്ങൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. വലിയ പണ്ഡിതൻ. ദീർഘകാലം ബെയ്റൂത്തിലെ ജസ്റ്റിസായിരുന്നു, ഖാളിയായിരുന്നു അദ്ദേഹം. മാത്രമല്ല അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ആഗ്രഹിച്ചു എനിക്ക് മദീനയിൽ ദർശനം നടത്തണമെന്ന് പറഞ്ഞ് മദീനയിലെ മസ്ജിദുൻ നബവിയിലായിരുന്നു അവസാന കാലങ്ങൾ അദ്ദേഹം മുദരിസായി സേവനം ചെയ്തത്. ആ വലിയ മഹാപണ്ഡിതന്റെ ശിഷ്യന്മാർ ഇന്ന് കേരളത്തിലുണ്ടായിരുന്നു. മഹാനായ നമ്മുടെ ബഹുപ്രിയങ്കരനായ സുഹൃത്ത് അബ്ദുറഹ്മാൻ ഫൈസി അരിപ്രയുടെ ബഹുവന്യനായ പിതാവ്, സമസ്തയുടെ മുഷാവറംഗമായിരുന്ന മൊയ്തീൻ ഹാജി റഹ്മത്തുള്ളാഹി, അല്ലാഹു അദ്ദേഹത്തിന് പദവി ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആ മൊയ്തീൻ ഹാജി എന്റെയും അഭിവന്ദനായ പിതാവിന്റെ ഗുരുവര്യനാണ് മൊയ്തീൻ ഹാജി. ഈ മൊയ്തീൻ ഹാജിയുടെ ഉസ്താദാണ് അല്ലാമ യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അവர்கள். ആ അല്ലാമ യൂസുഫ് നബ്ഹാനി ഇദ്ദേഹത്തിന്റെ കൂടെയൊക്കെ സമകാലീനനായി ഒരുമിച്ച് ജീവിച്ചതാണ്. ആരുടെ കൂടെ? ഈ പറയുന്ന മുഹമ്മദ് അബ്ദുവിന്റെ കൂടെ, ഈ പറയുന്ന സയ്യിദ് റഷീദയുടെ കൂടെ ഒരുമിച്ച് ജീവിച്ചയാളാണ്. അദ്ദേഹം പറയുന്നു, പിതാവിന്റെ പിതാവ് ശരിയാ, സയ്യിദ് മുസ്ലിയുടെ പിതാവാണ് അരിപ്ര മൊയ്തീൻ ഹാജി. അതേസമയം നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ ജമാലുദ്ദീൻ അഫ്ഗാനി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രധാന ആശയ സ്രോതസ്സായിരുന്നു എന്നത് എത്രത്തോളം ശക്തമായും വ്യക്തമായിട്ടാണ് അവർ സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവിഭക്ത നേതാക്കന്മാർ, 2 പ്രധാനികളായ KP മുഹമ്മദ് മൗലവി, AP അബ്ദുൽ ഖാദർ മൗലവി സംയുക്തമായി എഴുതിയ ഗ്രന്ഥമാണ് തഖ്ലീദ് ഒരു പഠനം. ഈ 2 പേരുടെ പ്രത്യേകത, 2 പേരും അവിഭക്ത മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ലീഡർമാരാണെന്ന് മാത്രമല്ല KNMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിരുന്നു, ഏറെ സുസമ്മതരായിരുന്നു. അവരെഴുതിയ ഈ പുസ്തകത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ജമാലുദ്ദീൻ അഫ്ഗാനിയെ കുറിച്ചാണ്. അതിന്റെ ഹെഡിങ് തന്നെ ജമാലുദ്ദീൻ അഫ്ഗാനി എന്നല്ല, ഒരു നക്ഷത്രം കിഴക്കുദിച്ചു എന്ന ഒരു മഹാസംഭവം അദ്ദേഹം എഴുതുന്നു. എന്നാൽ തഖ്ലീദിനെതിരെയുള്ള ചിന്താഗതിക്ക് വ്യാപകമായ പ്രചാരണം സിദ്ധിച്ചത് അല്ലാമ സയ്യിദ് ജമാലുദ്ദീൻ അഫ്ഗാനി മുഖേനമായിരുന്നു. 1838 അഫ്ഗാനിസ്ഥാനിലെ അസദാബാദ് ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. കിഴക്കുദിച്ച നക്ഷത്രം താമസം വരാൻ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിക്കുകയുണ്ടായി. അദ്ദേഹം ഏഷ്യയിലും ആഫ്രിക്കയിലും യൂറോപ്പിലും മാറി മാറി സഞ്ചരിച്ച് അവിടങ്ങളിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ കൂട്ടിയിണക്കി ലോക മുസ്ലിം നേതൃത്വത്തിന്റെ മനസ്സാക്ഷിയെ പിടിച്ചുകുലുക്കി. കിഴക്കിന്റെ തത്വചിന്തകൻ ഹക്കീമുൽ ഷർഖ്, ഇസ്ലാമിന്റെ ദാർശനികൻ ഫൈലസൂഫുൽ ഇസ്ലാം എന്നീ പേരുകളിൽ വിശ്വവിശ്രുതനായ ഈ മഹാൻ ലോക മുസ്ലിങ്ങൾക്ക് വ്യക്തവും വ്യാപകവുമായ നവോത്ഥാനത്തിന് കടമൊരുക്കുകയുണ്ടായി. ഇങ്ങനെ വിശദമായി അദ്ദേഹത്തെ കുറിച്ച് എഴുതുന്നുണ്ട്. മുഹമ്മദ് അബ്ദുൽ വഹാബിനെ വളരെ കുറച്ച് പരിചയപ്പെടുത്തി, അവരെ ഏറ്റവും കൂടുതൽ നന്നായി പരിചയപ്പെടുത്തി വർണ്ണിക്കുന്നത് ജമാലുദ്ദീൻ അഫ്ഗാനിയാണ്. ആ ജമാലുദ്ദീൻ അഫ്ഗാന്റെ സ്ഥിതിയാണ് നമ്മൾ ഈ പറഞ്ഞത്. അയാൾ ഇസ്ലാമിന്റെ പുറത്തായിരുന്നു. ഒരു മഹാനാകണമെന്നില്ല, ഒരു പരിഷ്കർത്താവണമെന്നില്ല, വലിയ ആകണമെന്നില്ല, സൂഫി ആകണമെന്നില്ല. സത്യത്തിൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തെ പ്രവർത്തനം വഞ്ചിക്കപ്പെട്ടതാ. ഇതാണ് ജമാലുദ്ദീൻ അഫ്ഗാനി. അയാൾ ഒറിജിനൽ മാസോണിസ്റ്റ് ആയിരുന്നു. അയാൾ ഇസ്ലാമിക വിരുദ്ധനായിരുന്നു, ഓറിയന്റലിസ്റ്റുകളുടെ സൃഷ്ടിയായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമൻ ഷെയ്ഖ് മുഹമ്മദ് അബ്ദു 1905 മരണപ്പെട്ട ഈ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവിന്റെ അതേ കാലഘട്ടത്തിൽ ജീവിച്ച മഹാനാണ് നമ്മൾ പറഞ്ഞ ഷെയ്ഖ് അല്ലാമ യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അവர்கள். 1932 യൂസുഫ് നബ്ഹാനി മരണപ്പെടുന്നത്. 1935 സയ്യിദ് റഷീദ് അബര മൂന്നാമൻ മരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചവരാ. യൂസുഫ് നബ്ഹാനി വലിയ സൂഫിയും മഹാനും ആലിമും മഹാനുമായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു. ഞാൻ സൂചിപ്പിച്ചല്ലോ. ഈ യൂസുഫ് നബ്ഹാനി നേരിട്ട് ഇവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, ഈ 3 കക്ഷികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, സഹവർത്തിത്വം ഉണ്ടായിട്ടുണ്ട്, ഒരുമിച്ച് ബന്ധപ്പെട്ടിട്ടുണ്ട്. യൂസുഫ് നബ്ഹാനി അവരൊക്കെ വളരെ കറക്റ്റ് നമ്മുടെ ഇസ്ലാമിന്റെ ശത്രുക്കളായിരുന്നു പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം വലിയ കവിയായിരുന്നു. അദ്ദേഹം എഴുതുന്ന കൂട്ടത്തിൽ എഴുതി വച്ചിട്ടുണ്ട്, നമുക്ക് മക്കയിൽ പോകാൻ ആഗ്രഹിക്കാത്ത മുസ്ലിം ഉണ്ടാവുമോ? ഒരു നിമിഷം ആ കഅബയൊന്ന് കാണാൻ, ഹജറുൽ അസ്വദ് ഒന്ന് കാണാൻ, മദീനയിൽ ഹബീബായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൗദ ഷരീഫ് സിയാറത്ത് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത മുസ്ലിങ്ങൾ ഉണ്ടാവുമോ?
ഇയാൾ കോടീശ്വരനായ വലിയ പണക്കാരനായിരുന്നു. പക്ഷേ ഇയാൾ പാരീസ് ഒരുപാട് വട്ടം സന്ദർശിച്ചിട്ടുണ്ട്, ലണ്ടനിൽ ഒരുപാട് വട്ടം പോയിട്ടുണ്ട്, ലോകത്ത് മുഴുവൻ ചുറ്റിക്കറങ്ങി നടന്നിട്ടുണ്ട്, ഫ്ലൈറ്റിൽ ഇങ്ങനെ പറന്ന് കളിച്ചിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മക്കയിൽ പോയിട്ടില്ല, മദീനയിൽ പോയിട്ടില്ല. അല്ലാമ യൂസുഫ് നബ്ഹാനി ഇതായിരുന്നു, വകം സാറ ബാരിസ വലന്തം വലം യസുർ മക്കത യൗമൻ വാലാ ത്വയ്ബതൽ ഖുറ. പാരീസും ലണ്ടനും ഉൾപ്പെടെ പട്ടണങ്ങൾ എത്രയാണ് അദ്ദേഹം സന്ദർശിച്ചത്? ഒരിക്കൽ പോലും വിശുദ്ധ മക്കയോ വിശുദ്ധ മദീനയോ അദ്ദേഹം സന്ദർശിച്ചില്ല. അതിലേറെ കൗതുകം അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന് ക്രൈസ്തവ സ്ത്രീകളൊക്കെ കൂട്ടുകാരികളായിരുന്നു. അവരൊപ്പം നിൽക്കുന്നതും സംസാരിക്കുന്നതും സംഭാഷണം നടത്തിയിരിക്കുന്നതും ഹിജാബില്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും മൂപ്പർക്ക് അതൊരു പ്രശ്നമായിരുന്നില്ല. അദ്ദേഹം യുആശിറു നിസ്വാനൻ നസ്വാറ വലാ യറ ബിദാലിക മിൻ ബഇസിൻ വഇൻ കശഫ സിത്ര. ക്രൈസ്തവ സ്ത്രീകളുമായി സഹവർത്തിത്വത്തിൽ ഏർപ്പെടുന്നതും അതിന് ഒരു തകരാറും അദ്ദേഹം കണ്ടിരുന്നില്ല. വൈൻ കശഫ ചിത്ര മറന്നില്ലാതെ ആൾക്കാരൊക്കെ അറിഞ്ഞാലും അദ്ദേഹത്തിന് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതിലേറെ അത്ഭുതകരം, ഈ ക്രൈസ്തവ സ്ത്രീകളോടൊപ്പം അദ്ദേഹം മദ്യപിക്കുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ഒരു ചരിത്ര സത്യല്ലത്. അവരുടെ കൂടെ കഴിക്കും ഭക്ഷണം, അവർ കഴിക്കുന്നതൊക്കെ ഇദ്ദേഹം കഴിക്കും. അവരുടെ കൂടെ കുടിക്കും, അവർ കുടിക്കുന്ന ചുവപ്പും മഞ്ഞയും ഒക്കെ കുടിക്കുന്ന വിവിധ തരം കള്ളുകൾ കുടിക്കും. വളരെ അത്ഭുതകരമാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവസ്ഥ. ഈ മുഹമ്മദ് അബ്ദുവിന്റെ ആശയങ്ങളാണ് സത്യത്തിൽ അദ്ദേഹം നമ്മുടെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാന സ്ഥാപകനോ പകർത്തിയെടുത്തത്. വളരെ വ്യക്തമായി പറയുകയാണ്, ധാരാളം സംഭവങ്ങൾ. നിസ്കാരം വളരെ കുറവാ, ഒരു ദിവസം നിസ്കരിച്ചാൽ പിന്നെ ഒരു മാസം നിസ്കരിക്കൂല. ഇദ്ദേഹത്തിന്റെ സമകാലീനൻ ആ കാലഘട്ടത്തിൽ കൃത്യമായി എഴുതി വെച്ചിട്ട് ഇതിന് മറുപടിയില്ലല്ലോ. കാരണം അങ്ങനത്തെ മനുഷ്യനാ ലോകത്തെ സലഫികളൊക്കെ അംഗീകരിക്കുന്നുണ്ട്. ഒരു ദിവസം മൂപ്പര് നിസ്കരിക്കാൻ, പിന്നെ ഒരു മാസം നിസ്കരിക്കാതെ മൂപ്പരെ കണ്ടെത്തുക. ദീനുമായി ഒരു ബന്ധവുമില്ലാത്ത, ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി പാശ്ചാത്യർ വിലക്കെടുത്ത വളരെ കൃത്യമായ ഈ ചാരന്മാരാണ് കേരളത്തിലേക്ക് ഈ ആശയം പകർന്നു. പിന്നെ എങ്ങനെയാണ് ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാതിരിക്കുക? എങ്ങനെയാണ് വഴിതെറ്റിയ മാർഗത്തിൽ പോകാതിരിക്കുക? അദ്ദേഹം ബുദ്ധി മാത്രം ഉപയോഗിച്ചാണ് കാര്യങ്ങൾ പറയാ. ഖുർആൻ സ്വന്തം വ്യാഖ്യാന, ഇമാമിങ്ങളെ കാര്യം നോക്കേണ്ട അദ്ദേഹത്തിന് ആവശ്യമില്ല. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, വളരെ അത്ഭുതകരമായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ സൂറത്തുൽ ഫീൽ ഉണ്ടല്ലോ, കഅബ തകർക്കാൻ വന്ന അബ്രഹത്തിനെ നശിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ത്വയർ നബാബിയിൽ ഒരു സംഘം പക്ഷിക്കൂട്ടങ്ങൾ അയച്ചു. എന്നിട്ട് തെർമീഹിം ബഹിജാരത്തിന് ചുടുകല്ലുകൾ ഇങ്ങനെ എറിഞ്ഞു, അതുകൊണ്ടാണ് നശിപ്പിച്ചത്. അതിനാണ് ഖുർആനിലെ വ്യാഖ്യാനം എന്താണോ, പിന്നെ പക്ഷിക്കൂട്ടങ്ങളെ അയച്ചു എന്ന് പറഞ്ഞാൽ അതാണ് ആധുനിക കാലത്ത് മൈക്രോ ഈ രോഗാണുക്കൾ എന്ന് പറയുന്ന സാധനം. അതാ രോഗാണുക്കൾ അള്ളാഹു അയച്ചതാ. അല്ലെങ്കിൽ പക്ഷിക്കൂട്ടങ്ങളെ കല്ലേറ്റു അയക്കണേ. കല്ലുകൾ പിന്നെ നിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ, കല്ലുകൾ തലയിലിട്ടു എന്ന് പറഞ്ഞാൽ അർത്ഥം അത് തരം വൈറസുകൾ അള്ളാഹു നിക്ഷേപിച്ചു എന്നാ. എന്നിട്ട് പറഞ്ഞ് ഖുർആനിൽ വന്ന ഹദീസുകൾ വന്ന യാഥാർത്ഥ്യങ്ങൾ മുഴുവൻ നിരാകരിച്ചുകൊണ്ട് സ്വന്തം ബുദ്ധിക്ക് അപ്രമാദിത്വം കൽപ്പിച്ചുകൊണ്ട് ബുദ്ധിയാണ് പ്രധാനമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് അബ്ദു ഒരിക്കൽ ക്ലാസ് എടുക്കുമ്പോ ഒരു ശിഷ്യൻ പറഞ്ഞു, ലം യുവാഫിഖ് അലൈഹിൽ ജമലു, തഫ്സീർ ജമൽ ഇതിനെതിരാണല്ലോ ഈ പറഞ്ഞതിനോട് എന്ന് പറഞ്ഞു. ജമൽ ഔൽ ഹിമാർ, ജമൽ എന്ന അർത്ഥം ഒട്ടകെന്ന, ഒട്ടകോ കഴുതൊന്നും ഇതിനെതിരാന്നുള്ള എനിക്ക് പ്രശ്നമില്ല. ഞാൻ ബുദ്ധിക്ക് ബോധ്യപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്നതാണ്. അമ്മാതിരി ഇസ്ലാമിക വിരുദ്ധനായ ഷെയ്ഖ് മുഹമ്മദ് അബ്ദു ആണ് സത്യത്തിൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ രണ്ടാമത്തെ നായകൻ. മൂന്നാമത്തെ നായകൻ സയ്യിദ് റഷീദ്. അദ്ദേഹം 1935 ഈ നൂറ്റാണ്ടിലാണ് മരണപ്പെട്ടു പോയത്. അദ്ദേഹത്തിന്റെ കാര്യം ഇതിലേറെ അത്ഭുതകര. കാരണം ശിഷ്യൻ മുസ്താദ് നിന്ന് മൂത്രമൊഴിച്ചാൽ വിദ്യാർത്ഥി മരത്തിന്റെ മുകളിൽ കയറി മൂത്രമൊഴിക്കുന്ന ഒരു ചൊല്ലുണ്ട്. ഇതാ അവസ്ഥ. ജമാലുദ്ദീൻ അഫ്ഗാനി പുറത്ത്, ജമാലുദ്ദീൻ അഫ്ഗാന്റെ അടുത്താണ് മുഹമ്മദ് അബ്ദു, ഐഡി അപ്പുറം. മുഹമ്മദ് അബ്ദുവിന്റെ ശിഷ്യൻ സയ്യിദ് റഷീദ്, അവിടുന്ന് കേരളത്തിലെ മുജാഹിദ് ദീൻ കിട്ടിയത്. റഷീദ് വളരെ പുറത്ത്. ഈ സയ്യിദ് റഷീദ് തഫ്സീറുൽ മനാർ ഇന്നും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഖുർആൻ പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവലംബ. എന്നാ സയ്യിദ് റഷീദ് തഫ്സീർ പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹുന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ എല്ലാ മുഅ്ജിസത്തുകളും അത് നിഷേധിക്കുകയാണ്. വളരെ ഗൗരവമാണ്. ഖുർആൻ മാത്രം അടങ്ങിയത്, ഖുർആൻ മാത്രം ആ മുഅ്ജിസത്ത് ശരിയാണ്, ബാക്കി പറഞ്ഞ മുഅ്ജിസത്തൊക്കെ വ്യാഖ്യാനിക്കണം, ആ പറഞ്ഞ പോലെ അല്ല. വല്ലാത്ത സംഭവ. ഖുർആനിൽ ചന്ദ്രൻ പൊട്ടിപ്പിളർന്ന സംഭവം മഹാസംഭവ. മക്കത്തെ മുശ്രിക്കുകൾ ആവശ്യപ്പെട്ടു, നിന്റെ നുബുവത്ത് ഞങ്ങൾ അംഗീകരിക്കണം, ഞങ്ങൾ ഈ ചന്ദ്രനെ പളർത്തി കാണിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു. ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്ന സ്വഹീഹ ഹദീസുകളാ. അതിന് ഖുർആനിലും കൂടി, ഖുർആൻ എങ്ങനെ അവിടെ നിഷേധിക്കും? അയാൾ പറഞ്ഞു അവിടൊക്കെ വ്യാഖ്യാനം കൊടുക്കേണ്ടതുണ്ട്. ചന്ദ്രൻ പിളർന്നു എന്ന് പറഞ്ഞതിന് പുതിയ വിശദീകരണം കൊടുക്കണം, വ്യാഖ്യാനം കൊടുക്കണം. അങ്ങനെ പിളർന്നു എന്ന് പറയാൻ പറ്റില്ല.
അതുകൊണ്ടൊക്കെ ബൗദ്ധികമായ ഒരു വ്യാഖ്യാനം അതിന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ബുഖാരിലും മുസ്ലിമിലും ഒക്കെ അങ്ങനത്തെ ഹദീസുകളുണ്ടല്ലോ, ഈ സംഭവം വിശദീകരിച്ച ഹദീസ് ഉണ്ടല്ലോ എന്നുള്ളൂ. ആ ഹദീസൊക്കെ ലൈഫായിരുന്നു. സാക്ഷാൽ ഈ പറയുന്ന കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പഠിച്ചത് അവിടുന്ന് അനങ്ങിയ ഹദീസ് ലൈഫാക്കും. അയാൾ പറഞ്ഞു ഇത് സംബന്ധമായ ഹദീസിൽ വന്ന കാര്യം ഫിൽ അഹാദീസ് വാരിദ, ഇങ്ങനത്തെ ഒരുപാട് ഹദീസ് വന്നിട്ടുണ്ട്. പക്ഷെ ഈദലൂഫി മത്നിഹ, അതിന്റെ മത്നിൽ തകരാറുണ്ട്, സനദുകൾ തകരാറുണ്ട്. ഓ ഇഷ്കാലത്തിന് എൽമിയ, വൈജ്ഞാനികമായ ഒരുപാട് സംശയം അവിടെ ഉണ്ട്. വാക്കലിയ, ബുദ്ധിപരമായ സംശയമുണ്ട്. ഓ താരിഖിയ, ചരിത്രപരമായ സംശയമുണ്ട്. ഫസ്സൽനഹ ഫിൽ മുജദ്ദിദ് സലാസിന മിൻ മനാർ, അൽമനാർ മാസികയുടെ 30-ാം വാല്യത്തിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് തഫ്സീറുൽ മനാർ 11-ാം വാല്യം 232 അദ്ദേഹം പറഞ്ഞു. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെ ചന്ദ്രനൊന്നും പിളരൂല. ആളെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളുന്നില്ല. എല്ലാ മുഴുവനും നിഷേധിച്ചു ഖുർആൻ ഒഴികെ. എന്ന് മാത്രമല്ല, ജിന്ന് ശൈത്താൻ ഈ പ്രശ്നമൊക്കെ എവിടെ വന്നത്? ഇത് കണ്ണും ചിമ്മി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അവർ പറഞ്ഞ കൃത്യത. ജിന്ന് അങ്ങനത്തെ ഒരു ജിന്നില്ല, കണ്ണുകൊണ്ട് കാണാത്തൊരു ജിന്നോ മനുഷ്യന്മാർ കാണുന്ന ജിന്നോ അങ്ങനത്തെ ജിന്നും ശൈത്താനൊന്നുമില്ല. അത് വളരെ കൃത്യമായി എഴുതി വെച്ചു. ഇന്നൽ ജിന്ന ലാ തുറാ ലിൽ ഇൻസാൻ അലാ ഈ ഹാലിൻ മിൻ അഹ്വാൽ. ഒരു കാരണവശാലും മനുഷ്യന് ജിന്നിനെ കാണാൻ കഴിയില്ല. ജിന്ന് എന്ന് പറഞ്ഞാൽ രോഗാണുക്കളാ, അത് മനുഷ്യന് കാണാൻ കഴിയുന്ന കാര്യമല്ല. ജിന്നിനെ കണ്ടു, ശൈത്താനെ കണ്ടു, മലക്കിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞാല് ഒരാൾ വാദിച്ചാൽ ഫലാലിക്ക വഹ്മും അതൊക്കെ ധാരണ പശകാണ്. ഗരീബൻ, അപൂർവ ജീവികളെ കണ്ടിരിക്കാൻ കപാലിൽ കിറത്തി ചില കുരങ്ങിനെ മറ്റൊക്കെ കണ്ടക്കും. അപ്പൊ ജിന്നാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ജിന്നി, അപ്പൊ ജിന്നിൽ ഈനാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് തഫ്സീറുൽ മനാർ 7-ാം വാല്യം 576-ാം പേജിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ സംശയം ഉന്നയിക്കപ്പെട്ടു അദ്ദേഹത്തോട്. അങ്ങനെയെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ അള്ളാന്റെ റസൂല് ഒരു സ്വഹാബിനെ ഈ സക്കാത്തിന്റെ കാരക്ക സൂക്ഷിക്കാൻ വേണ്ടി ഒരു കാവൽ നിർത്തിയല്ലോ. അന്ന് രാത്രി വേഷപ്രതിജ്ഞ ഒന്ന് പറഞ്ഞു, കഷ്ടപ്പാടാണ്, ദാരിദ്ര്യമാണ്, സഹായിക്കണം, രക്ഷിക്കണം എന്നാണ്. അവസാനം കുറച്ച് കാരക്കെടുത്ത് പോകാൻ സമ്മതിച്ചു കള്ളനെ. അങ്ങനെ 3 വട്ടം സംഭവിച്ചു. ബുഖാരിന്റെ മുസ്ലിമിന്റെ ഹദീസ. അവസാനം അള്ളാന്റെ റസൂൽ പരാതി എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാലിക്കും ഷൈത്താൻ, അത് ഷൈത്താന ഇബ്ലീസ എന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. ചില ഇപ്പൊ ഇബ്ലീസും സത്യം പറയാൻ പെട്ടതാണ്, എപ്പോഴും കള്ള പറയും, ഇപ്പൊ സത്യം പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഇബ്ലീസാണ് തങ്ങൾ പഠിച്ചു. ഇബ്ലീസിനെ കണ്ടു എന്ന് ഇയാൾ അംഗീകരിക്കുന്നില്ല. ഇബ്ലീസ് ആദമിന് സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ചു, ഇയാൾ അംഗീകരിക്കുന്നില്ല. ആദം ഖുർആന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ അയാൾ നിരാകരിക്കുകയാണ്. ഈ തരത്തിൽ ഇസ്ലാമിനെ വികൃതമായി അവതരിപ്പിച്ച് ബുദ്ധിപരമായി ബുദ്ധി കൊണ്ട് മാത്രം വിശദീകരിച്ച് ഇസ്ലാമിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ ക്രമാനുഗതമായി വഴിതെറ്റിച്ച് കുഫറിലേക്ക് എത്തിക്കാൻ അതിന് കൊട്ടേഷൻ എടുത്ത ചാരന്മാരാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തലവന്മാർ എന്നത് അനിഷേധ്യമായ ഒരു പരമാർത്ഥമാണ്, യാഥാർത്ഥ്യമാണ്. അത് ഇക്കാര്യം തുറന്ന് തന്നെ അവർ പിളർന്ന സമയത്ത് ചിലർ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇസ്ലാഹ് മാസികയാണ്, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു വിഭാഗത്തിന്റെ മാഗസിൻ. ഈ മാഗസിനിൽ ഈ യാഥാർത്ഥ്യം അവർ പച്ചയായി എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ പേജ് നമ്പർ 26 അവർ പറയുന്നുണ്ട്, എന്താണ് ഇങ്ങനെ ഇസ്ലാമിനെ തകർക്കാൻ ഇങ്ങനെ ചാരന്മാരെ വിലക്കെടുക്കേണ്ടി വന്നത്? അതിന്റെ കാരണം പറയുന്നുണ്ട്. മുസ്ലിം സമൂഹത്തിനെതിരെ അവരുടെ കുരിശുമായി യുദ്ധത്തിന് വരുന്നത്, അതായത് കുരിശ് യുദ്ധം പറയുന്നത്, മുസ്ലിം ലോകത്തെ ചുണക്കുട്ടികളെ ചുറുചുറുക്കമുള്ള ചെറുചുറുപ്പ് മൂലം 1707 ക്രൈസ്തവ ഭീകരന്മാർക്ക് കുരിശ് വെച്ച് കീഴടങ്ങുന്നത്. കുരിശ് യുദ്ധം ഈ 2 നൂറ്റാണ്ട് മുസ്ലിങ്ങൾക്ക് നടത്തിയിട്ടും കുരിശ് യുദ്ധത്തിൽ ക്രിസ്ത്യാനികൾ പരാജയപ്പെട്ടപ്പോ മുസ്ലിം ലോകത്തെ ആയുധ ബലം കൊണ്ട് ഇനി കീഴടക്കാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞ കുരിശുവാഹകർ ധൈഷണിക യുദ്ധത്തിലുള്ള മുസ്ലിങ്ങളെ അടിച്ചിരുത്താൻ വേണ്ട ഏർപ്പാടുകൾ ശ്രദ്ധയൂന്നി പ്രവർത്തിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് തകർക്കുക എന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി അതിന് പാകമായി നിരവധി ഓറിയന്റലിസ്റ്റുകളെ അവർ രംഗത്തിറക്കി. അത്തരം ആളുകളുടെ പ്രമുഖ ഇസ്ലാമിക് ജീനിയസുകളായി മീഡിയ ഉപയോഗിച്ച് അവർ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു. ആ ആളുകളെ കൂട്ടങ്ങൾ പറയാം, ഓറിയന്റലിസ്റ്റുകളെയും മോഡേണിസ്റ്റുകളുടെയും ചുവട് പിടിച്ച് അവരുടെ പിഴച്ച വാദങ്ങളുമായി അറബ് ലോകത്ത് ചിലർ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ആധുനിക ഹദീസ് നിശ്ചയത്തിന്റെ ചേരുവകൾ അന്വേഷിക്കുന്നവർ ചെന്നെത്തുന്ന ചില നാമങ്ങളാണവ. അത്തരം ധാരാളം നാമങ്ങളിൽ നിന്ന് 2 നാമങ്ങൾ മാത്രം ഇവിടെ പരിചയപ്പെടുത്താം. ആ ഓറിയന്റലിസ്റ്റുകൾ ബ്രിട്ടീഷുകാര് ഈ പറയുന്ന ക്രൈസ്തവ ജൂതലോബി വിലക്കെടുത്ത് മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പണ്ഡിതന്മാർ 2 പേര് തന്നെ. ഒന്നാമത് പറയുന്നത് മുഹമ്മദ് അബ്ദു ആണ്. ഈ പറയുന്ന കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തെ നവോത്ഥാന നായകൻ എന്ന് പറയുന്ന ഈ സാക്ഷാൽ മുഹമ്മദ് അബ്ദു, അത് അങ്ങനെ തന്നെ പറയുന്നത്. അവർക്ക് പോലും മുജാഹിദ് എഴുതുമ്പോൾ അത്ഭുതം. അവർ പറയാ, ആധുനിക ഹദീസ് നിഷയത്തിന്റെ അടിവേരുകൾ പറയുന്ന ഒരാൾ ആദ്യമായിട്ട് എത്തുന്നത് തഖ്ലീദിനെതിരെ പടപൊരുതിയ തൗഹീദിന്റെ മുന്നണി പോരാളി എന്ന മുഹമ്മദ് അബ്ദുവിലാണെന്നത് ഒരു പക്ഷേ വിരോധാഭാസമായി തോന്നാം. വല്ലാത്ത അത്ഭുതം. നമുക്ക് തൗഹീദ് പഠിപ്പിച്ചത് ഇവരാ.
പക്ഷേ ഈ തൗഹീദ് പഠിപ്പിച്ച ഇയാളുടെ പുസ്തകങ്ങളാണ്, കിതാബുകളാണ് ഹദീസ് നിഷേധിക്കാൻ ചേകനൂർ മൗലവിയെയും അബ്ദുസലാം സുലമിയെയും അതുപോലുള്ള മുജാഹിദ് പണ്ഡിതന്മാരെ പ്രേരിപ്പിച്ചത്. തുടർന്ന് എഴുതുന്നു, ഹദീസിനെ സ്വീകരിക്കുന്ന വിഷയത്തിൽ സലഫിന്റെ മാർഗത്തിൽ നിന്ന് തികച്ചും വ്യതിചലിക്കുകയാണ് അദ്ദേഹം ഉണ്ടായത്. എത്രത്തോളം എന്നാൽ ഹദീസ് നിഷേധത്തിന്റെ വക്താക്കൾ ഹദീസിനെ വിമർശിക്കാൻ മുഹമ്മദ് ഉദ്ദവിന്റെ വാക്കുകളായിരുന്നു തെളിവായി ഉദ്ധരിച്ചിരുന്നത്. വിശദമായി എഴുതുന്ന മുഹമ്മദ് അബ്ദു പിന്നീട് റഷീദിലുള്ള പച്ചയായി ഇവർ തന്നെ തുറന്നു കാണിക്കുന്നത്. സത്യത്തിൽ ഈ ഒരു വലിയ ചതിക്ക് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം വിധേയമായി. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്ത് പറയാൻ കഴിയും? ജമാലുദ്ദീൻ അഫ്ഗാനി മുസ്ലിമാണ്, കൃത്യമായ മുസ്ലിമാണെന്ന് അവർക്ക് പറയാൻ കഴിയോ? മാസോണിസ്റ്റുകളല്ലെന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാൻ കഴിയോ? അദ്ദേഹം ഫ്രീമാൻസ് പ്രസ്ഥാനത്തിന്റെ ആളല്ലെന്ന് പറയാൻ സാധിക്കുമോ? ഓറിയന്റൽസിന്റെ സൃഷ്ടിയല്ലെന്ന് പറയാൻ സാധിക്കുമോ? ഈ യാഥാർത്ഥ്യങ്ങൾ വളരെ കൃത്യമായി മുജാഹിദ് പ്രസ്ഥാനവും എഴുതി വെക്കുന്നു. പുതിയ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഗ്രൂപ്പുകൾ, ലോകത്തെ മുഴുവൻ സലഫികളും വഹാബികളും എഴുതി വെക്കുന്നു. ഇത് നിരാകരിച്ചുകൊണ്ട് വ്യക്തമായി പറയട്ടെ, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് അനവധി ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, മറുപടിയുമായി വരുന്നവരുണ്ടല്ലോ. ജമാലുദ്ദീൻ അഫ്ഗാനിയും മുഹമ്മദ് അബ്ദും സയ്യിദ് റഷീദയും യഥാർത്ഥ മുസ്ലിമീങ്ങളും ഇസ്ലാമിക പ്രബോധകരുമായിരുന്നു നേരത്തെ എഴുതി വെച്ചതുപോലെ ആഴത്തോട് നിങ്ങൾക്ക് പറയാൻ ഇന്ന് കഴിയുമോ? കഴിയില്ലെങ്കിൽ നിങ്ങൾ തിരുത്തുമോ? ഗൗരവതരമായ ചോദ്യമാണ്. തിരുത്തിയാൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം രക്ഷപ്പെടും. KNM തിരുത്താൻ തയ്യാറുണ്ടോ? ചില ഗ്രൂപ്പുകൾ തിരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവർ ചാരന്മാരെന്ന് പറയുന്നുണ്ട്. ഈ യാഥാർത്ഥ്യത്തിൽ കേരളീയ മുജാഹിദ് പ്രസ്ഥാനത്തിന് വിശദീകരിക്കണം കൊടുക്കാത്ത കാലത്തോളം സത്യത്തിൽ ഈ ആശയക്കുഴപ്പം നിലനിൽക്കും. അടിസ്ഥാനം തെറ്റിപ്പോയി, അടിസ്ഥാനപരമായി പഴച്ചുപോയി. അതിന്റെ ഫലമാണ് കേരളത്തെ മുജാഹിദുകൾ ഇന്നും തൗഹീദ് വിശദീകരിക്കാൻ തെറ്റിപ്പോയിട്ടുള്ളത്. രണ്ട് മുജാഹിദ് ഗ്രൂപ്പ് ഒന്നായല്ലോ കേരളത്തിൽ. രണ്ട് മുജാഹിദ് ഗ്രൂപ്പ് ഒന്നായ ശേഷം ആദ്യമായി പ്രസിദ്ധീകരിച്ച രണ്ട് വിഭാഗത്തിന്റെയും മാസികകളാണിത്. ഇത് അൽമനാർ മാസിക, KNM പ്രസിദ്ധീകരിച്ച മാസിക. ഇത് ഷബാബ് വാരിക, മടവൂർക്ക് പ്രസിദ്ധീകരിച്ച വാരിക. ഇത് രണ്ടും ഒന്നായി അവർ ഐക്യ സമ്മേളനം നടത്തി പ്രഖ്യാപിച്ച് പുറത്തിറങ്ങിയപ്പോഴും അൽമനാർ മാസികയിൽ കൃത്യമായി എഴുതുന്നു, ഡിസംബർ 2018 ഐക്യത്തിന് ശേഷം ആദ്യത്തെ ലക്കത്തിൽ സിഹിർ ചെയ്താൽ ഫലിക്കും, അതിൽ യാശാത്തിൽ അഭൗതികമായി ഇടപെടാൻ കഴിയും, അങ്ങനെ വിശ്വസിക്കലാണ് തൗഹീദ്. അതേ സമയത്ത് അതേ കാലയളവിൽ പ്രസിദ്ധീകരിച്ച ഷബാബ് വാരിക ഐക്യത്തിന് ശേഷം പറയുന്നു, ഒരു കാരണവശാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹിർ ചെയ്തു എന്ന് വിശ്വസിക്കാൻ കഴിയില്ല, സിഹിറിലൂടെ പിശാചിന് മനുഷ്യനെ ഉപദ്രവിക്കാൻ കഴിയില്ല, അങ്ങനെ വിശ്വസിച്ചാൽ ഷിർക്കാകുമെന്ന്. ഈ തൗഹീദിന്റെയും ഷിർക്കിന്റെയും കാര്യത്തിൽ പോലും കൃത്യമായി ഒരു ഏകാഭിപ്രായം ഉണ്ടാക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ട്? തഫ്സീറുൽ മനാർ എന്ന സയ്യിദ് റഷീദുള്ള ലോക ചരിത്രത്തിൽ ആദ്യമായി ഇബാദത്തിന് കൊടുത്ത നിർവചനം അംഗീകരിച്ചുകൊണ്ട് അത് പഠിച്ച് പകർത്തിയുണ്ടായി ഭീമാബദ്ധം വന്നത്. ഈ ഭീമാബദ്ധം തിരുത്തണമെങ്കിൽ ഈ അടിസ്ഥാനപരമായി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം തീരുമാനമെടുക്കണം. ആരാണ് ജമാലുദ്ദീൻ അഫ്ഗാനി? മുജാഹിദ് വിഭാഗം പുതിയ പശ്ചാത്തലം വിശദീകരിച്ചു തരട്ടെ. ആരാണ് മുഹമ്മദ് അബ്ദു? അവർ വിശദീകരിക്കട്ടെ. ആരാണ് സയ്യിദ് റഷീദ? അവർ വിശദീകരിക്കട്ടെ. ഇവർ ഈ പറയുന്ന മാസോണിസ്റ്റുകളാണെങ്കിൽ, ഇവർ ഈ പറയുന്ന ഓറിയന്റലിസ്റ്റുകളാണെങ്കിൽ, അവർ ഈ പറയുന്ന ഫ്രീമാൻസ് പ്രസ്ഥാനത്തിന്റെ ആളുകളാണെങ്കിൽ തീർച്ചയായും ഈ ഗ്രന്ഥങ്ങളൊക്കെ അവർ സിലബസിന് പിൻവലിക്കട്ടെ. പണ്ട് വരെ മൗലവി ഉണ്ടല്ലോ, എനിക്ക് തൗഹീദ് തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു പറഞ്ഞതുപോലെ ഞങ്ങൾ ഇവരെ നവോത്ഥാന നായകന്മാരായി തെറ്റുപറ്റി എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തിക്കൊണ്ട് പരസ്യമായി രംഗത്ത് വരാൻ അനുകൂലമായ സാഹചര്യമാണ്. ആഖിറത്തെ ഭയപ്പെടുന്ന കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനന്മാർ ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകാൻ ബാധ്യസ്ഥരാണെന്ന് മാത്രം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.